ഹലോ നമസ്കാരം. ഞാൻ ശാന്തകുമാരി കുവൈറ്റാണ്. ഞാനൊരു കാര്യം പറയാനാണ്. എനിക്കത് ലൈവിൽ വന്നിട്ട് ശരിക്കും കിട്ടുന്നില്ല പറയാൻ. ഞാൻ ഈ കൊൽക്കത്തയിൽ നടന്ന സംഭവം ഉണ്ടല്ലോ, ഡോക്ടറിനെ പീഡിപ്പിച്ച് കൊന്നതിൻ്റെ ഒരിത്. ഇനി ആ പീഡിപ്പിച്ച് കൊന്നവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇനി എന്ത് ചെക്ക് ചെയ്തിട്ട് അവൻ്റെ സാമാനം പൊന്തിയിട്ട് ഒരു പെണ്ണിൻ്റെ കൂടെ ചെയ്ത് ആ പെണ്ണിനെ തലക്കടിച്ച് കൊല്ലും എല്ലാം ആ ഡോക്ടറിന് ചെയ്തിട്ട് ഇനി അവനെ കൊണ്ടുപോയിട്ട് എന്ത് ചെക്ക് ചെയ്യാനാണ് ഇരിക്കുന്നത്? അവനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോയിട്ട് കഴുത്ത് വെട്ടി കൊല്ലണം, സൗദി അറേബ്യയിൽ പോലെ. ഇനി എന്താ അവനെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ നികുതി പണവും കൊണ്ട് ഇനി അവനെ കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ആ പണവും ചിലവാക്കി അതിനെ നിയമത്തിൽ കൊണ്ടുവന്ന് അതിനെ വാദിച്ച് അതെല്ലാം ചെയ്തിട്ട് പിന്നെ അവന് ഏത് കാലത്ത് ശിക്ഷ കൊടുക്കാനാണ്? നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇനിയെങ്കിലും ഒന്ന് ഈ സ്ത്രീകളിൻ്റെ മാനത്തിന് വേണ്ടിയിട്ട് ഒരു വില കൽപ്പിച്ചിട്ട് അതിനൊരു നിയമം കൊണ്ടുവന്നിട്ട് ഇതിനു മുമ്പും ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്, ഞങ്ങളുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് കൊന്ന് കല്ലിട്ട് മൂടിയിട്ടുണ്ട്. അതിന് മുമ്പ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിലെ പ്രധാനമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ ഒരു കാര്യത്തിന് മാത്രം, ഈ പെണ്ണുങ്ങളിൻ്റെ മാനത്തിന് മാത്രം ഒരു ഇത് കൊണ്ടുവരാത്തത്? പെണ്ണുങ്ങളുടെ മാനം എന്ന് പറയുന്നത് ഇത്ര വലിയ നിങ്ങൾ കൽപ്പിക്കുന്നുള്ളൂ? ആണുങ്ങളുടെ കാമം തീർക്കാനുള്ള ഒരു വസ്തുവാണോ പെണ്ണുങ്ങളിൻ്റെ ശരീരം? ആണോ? അങ്ങനെ നിങ്ങൾ കണക്കാക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ അങ്ങനെ ഒരു നിയമം നിങ്ങൾ കൊണ്ടുവരാത്തത്. ഗൾഫ് രാജ്യങ്ങളിൽ ഈ സ്ത്രീകളിൻ്റെ ശരീരത്തിനും സ്ത്രീകളിൻ്റെ മാനത്തിനും നല്ലൊരു വില കൊടുക്കുന്നത് കൊണ്ടാണ് കുവൈറ്റിൽ തൂക്കിക്കൊല്ലുന്നതും സൗദിയിൽ കഴുത്ത് വെട്ടിക്കൊല്ലുന്നത്. അതുപോലെ ഇന്ത്യയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതിനു മുമ്പ് നടന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത്? എല്ലാ ആണുങ്ങളിനെയല്ല, ചെയ്യുന്ന ആണുങ്ങളിനെയാണ് പറയുന്നത്. മണിപ്പൂർ പെണ്ണുങ്ങളിലെ സ്ത്രീകളിനെ മാനം ഒരു ഡ്രസ്സ് പോലും ഇടാതെ നടന്നു കൊണ്ടുപോയി ജനങ്ങളുടെ മുന്നിൽ വെച്ച് പീഡിപ്പിച്ചിട്ട് ചെയ്ത ആ ആണുങ്ങളിനെയും എന്തെങ്കിലും ഒന്ന് പിടുങ്ങാൻ പറ്റിയിട്ടുണ്ടോ ഗവൺമെൻറ്റിന്? മണിപ്പൂർ ഇന്ത്യയിലുള്ളതല്ലായിരുന്നോ? ഡൽഹിയിൽ നടന്നിട്ടുണ്ട്, ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക്, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും ജീവിക്കാൻ പറ്റാതെ ഈ ഒരു സ്ത്രീകൾക്ക് ദൈവം ഇങ്ങനെയൊരു സാധനം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ആണുങ്ങളിൻ്റെ കാമം തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ശരീരമല്ല അത്. ഈ ഇന്ത്യൻ ഗവൺമെൻറ്റിലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വലിയ ലോക രാജ്യങ്ങളിലെ മൂന്നാമത്തെ രാജ്യം ആക്കാൻ പോണു, പട്ടിണി ഇല്ലാതെ ആക്കാൻ പോണു, ഇങ്ങനെ പോണു അങ്ങനെ പോണു എന്ന് പറയണ്ടല്ലോ. എന്തുകൊണ്ടാണ് സ്ത്രീകളിൻ്റെ മാനത്തിന് വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവരാത്തത്? അപ്പോൾ സ്ത്രീകളെ നിങ്ങൾ എന്ത് വില കൽപ്പിച്ചിട്ടുണ്ട്? ആണുങ്ങളുടെ കാമം തീർക്കാൻ ഒരു വസ്തുവാണ് സ്ത്രീ എന്ന് കണക്കാക്കിയത് കൊണ്ടാണോ? ഇനി ഇവരെയെല്ലാം നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ കൊണ്ടിട്ടിട്ട് ജനങ്ങളിൻ്റെ നികുതി പണം കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരിനെ കൊഴുപ്പിച്ചിട്ട് വീണ്ടും അവരിനെ നാട്ടിലേക്ക് ഇറക്കി വിടാനാണോ? നിങ്ങൾ ദയവ് ചെയ്തിട്ട് അവരിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ലെങ്കിൽ അവരിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ, പെണ്ണുങ്ങളിൻ്റെ അടുത്ത് പോയിട്ട് ആ ചെയ്യുന്ന സാധനം അതിനെ മുറിച്ച് കളയാനുള്ള വകുപ്പെങ്കിലും കൊണ്ടുവരും. അതിനുള്ള നിയമമെങ്കിലും ഈ ഇന്ത്യൻ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, ഞാൻ പേര് പറയുന്നില്ല. ഇന്ത്യൻ വകുപ്പിലെ ഈ വകുപ്പുകൾ നോക്കുന്ന മന്ത്രിമാരും എല്ലാവരും കൂടി ചേർന്നിട്ട് അതിനൊരു നിയമം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് യാതൊരു വിലയും ഇല്ലാതെ ഒരു സ്ത്രീക്ക് സമ്മതമുണ്ടെങ്കിൽ ഒരു പുരുഷൻ്റെ കൂടെ പോയി കിടക്കാം. പക്ഷേ ഒരു സമ്മതമില്ലാത്ത ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ തൊടുന്ന അവൻ്റെ കൈ ആദ്യം തൊടുന്ന കൈയിനെ ആദ്യം മുറിക്കാനുള്ള നിയമം കൊണ്ടുവരണം. അവനൊരു പെണ്ണിനെ സമ്മതമില്ലാതെ കിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ചുണ്ടരിഞ്ഞു കളയണം. ഇനി ഒരിക്കലും ഒരു പെണ്ണിനെ ചെയ്യരുത്. അവൻ്റെ മാറത്ത് തൊടുന്ന കൈ വെട്ടി മുറിക്കണം, രണ്ട് കൈയിനെയും. അതേപോലെ അവൻ്റെ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിന് മുറിച്ച് കളയണം ജനങ്ങളിൻ്റെ മുന്നിൽ. ഒരിക്കലും അവന് കാമം തോന്നുമ്പോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കണം അവന്. അങ്ങനെ കൊണ്ടുവരണം നിയമങ്ങൾ. ഒറ്റയടിക്ക് കൊന്നു കഴിഞ്ഞാൽ അവൻ സുഖത്തിൽ മരിക്കുമോ? അവൻ തൂക്കിക്കൊന്നിട്ട് അങ്ങനെ ചെയ്യരുത്. ഇനി എങ്ങനെയാണ് സ്ത്രീകൾ ജീവിക്കുക? സ്ത്രീകൾക്ക് ജോലി ചെയ്ത് ജീവിക്കണ്ടേ? ഇല്ലെങ്കിൽ ഓരോ ഇതിലും സ്ത്രീകൾ വരണ്ടേ? അപ്പോൾ സ്ത്രീകളിൻ്റെ മാനത്തിന് ഇന്ത്യൻ ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്ന വില എന്താണ്? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ഓരോ ആണുങ്ങളിനെ പിന്നെയും അവർക്ക് ഇത് കൊടുത്ത് ഇപ്പം നിങ്ങൾ ഒരു 50 കൊല്ലം ഇല്ലെങ്കിൽ ഒരു 10-25 കൊല്ലം നിങ്ങൾ കൊണ്ടുപോയി വിധിച്ചു, അവനെ കൊണ്ടുപോയിട്ട് കോർട്ടിലിട്ടു.
ഇല്ലെങ്കിൽ പിന്നെ ജയിലിലിട്ടു. ഈ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണ്? ജനങ്ങളിൻ്റെ പണം കൊടുത്ത് അവന് തിന്നാൻ കൊടുത്ത് വളർത്തുകയല്ലേ ചെയ്യുന്നത്. എന്തിന്? ആർക്ക് വേണ്ടി? പെണ്ണുങ്ങളുടെ മാനത്തിന് വില കൽപ്പിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ശിക്ഷ തന്നെ കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ അതിന് പിന്നെ പ്രതികരിക്കണം. അല്ലാതെ പാർട്ടി നോക്കി, ആളെ നോക്കി, മതം നോക്കിയിട്ടല്ല വേണ്ടത്. ഒരു കുഞ്ഞുങ്ങളിനെ ആയാലും, ഒരു സ്ത്രീനെ ആയാലും, ഒരു അമ്മനെ ആയാലും, ഒരു വയസ്സായവരിനെ ആയാലും അവരിൻ്റെ സമ്മതമില്ലാതെ തൊടുന്ന ആണുങ്ങളെ തൂക്കി കൊല്ലാൻ വിധിക്കണം. ഒരേ ഒരു മാസം. കാരണം അവൻ ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ ജനങ്ങളിൻ്റെ നികുതി പണം കൊടുത്തിട്ട് അവനെ തീറ്റി പോറ്റരുത് ഗവൺമെൻറ്. ആ നേരം കൊണ്ട് നിങ്ങൾ ആ പണത്തിന് അവനെ തീറ്റി, അതായത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരിന് ജയിലിൽ കൊണ്ടുപോയിട്ട് പൊറോട്ടയും ഇറച്ചിയും മീനും കൊടുത്ത് തിന്നാൻ കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കും. അല്ലാതെ ഇങ്ങനെയുള്ള ക്രിമിനലുകളിനെ വീണ്ടും നിങ്ങൾ തീറ്റി പോറ്റി കൊഴുപ്പടിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുകയല്ല വേണ്ടത്. ഇനി ഇതിന് ജനങ്ങളാണ് പിന്നെ വെളിയിൽ പുറത്തിറങ്ങി പ്രതികരിക്കേണ്ടത്. ഇനി കൈകാര്യം ചെയ്യേണ്ടത് പൊതുജനങ്ങളായിരിക്കണം. ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള നിയമത്തിന് വിട്ട്, കാരണം നിയമം ഒരു മൈരും ചെയ്യില്ല. സ്ത്രീകളിൻ്റെ മാനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ ഇന്ത്യയിൽ ഒരു മൈരും അവരിനെ ചെയ്യില്ല. കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവരിനെ കോടതിയിൽ വേണമെങ്കിൽ ഒരു 20 കൊല്ലം 30 കൊല്ലം ഒരു 50 കൊല്ലം അവരിനെ കൊണ്ടുപോയിട്ട് ജയിലിലിടും. എന്നാലും തിന്നാൻ കൊടുക്കുന്നത് നമ്മളുടെയൊക്കെ പൈസ കൊണ്ട് തന്നെയല്ലേ. പിന്നെ അവന് എന്ത് ശിക്ഷയാണ് ഉള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ഇതിനു മുമ്പ് ഒരു പോലീസുകാരൻ പിള്ളേരിനെ എൻകൗണ്ടറിൽ വെടിവെച്ച് കൊന്നില്ലേ? അതുപോലെ ചെയ്യാൻ ചങ്കൂറ്റുള്ള ഏതെങ്കിലും നിയമവ്യവസ്ഥരുണ്ടോയെന്ന് നോക്ക് പോലീസുകാർ. അതാണ് വേണ്ടത്. ഒരു സ്ത്രീൻ്റെ മാനത്തിനെ ഒരു സ്ത്രീനെയും മാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കാണിക്കും ഗവൺമെൻറ്. അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ സമൂഹത്തിൽ ജനങ്ങളിനെ ഇങ്ങനെ നിങ്ങൾ കിടന്ന് സങ്കടപ്പെടുത്തരുത്. സ്ത്രീകളിൻ്റെ മാനത്തിന് യാതൊരു ഒരു പുല്ലുവില പോലും ഇല്ലാത്ത സമൂഹം ഇന്ത്യ. ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വെറും ഒരു കൾച്ചറില്ലാത്ത നാടായി പോയിട്ടുണ്ട് ഇന്ത്യ. കേരളം, എല്ലാവിടെയും, എല്ലാ സ്റ്റേറ്റുകളിലും. തമിഴ്നാട്ടിൽ ചാക്കിൽ കെട്ടി കൊന്നിട്ട്, ചാക്കിൽ കെട്ടി ഡിച്ചിൽ കൊണ്ടിട്ടില്ലേ? ആലിവിയിൽ കൊന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടിയില്ലേ ചാക്കിട്ടിട്ടിട്ട്? എന്നിട്ട് എന്ത് ചെയ്തു ഗവൺമെൻറ്റുകൾ? എന്തെങ്കിലും ചെയ്തോ? നിയമം വല്ലതും ചെയ്തോ? അവരിനെ തിന്നാൻ കൊടുത്ത് തീറ്റിപ്പോറ്റി ഇട്ടിട്ടുണ്ടല്ലോ. തൂക്കി കൊല്ലാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കി കൊല്ലണം. അതാണ് വേണ്ടത്. എന്നിട്ട് പത്രത്തിലിടണം, ഇന്ന കുട്ടിനെ ഇല്ലെങ്കിൽ ഇന്ന അമ്മനെ ഇല്ലെങ്കിൽ ഇന്ന സ്ത്രീനെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറഞ്ഞ് പത്രത്തിലിടണം. എന്നാലേ സ്ത്രീകൾക്ക് നാളെ പുറത്തിറങ്ങി നടക്കാൻ ധൈര്യം ഉണ്ടാവുകയുള്ളൂ. ഇന്ത്യയിൽ 6 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും പുറത്തിറങ്ങി നടക്കാൻ പേടിയാണ്. കാരണം അവളുടെ മാനം ഏത് സമയം എപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാ സ്ത്രീകൾക്കും 6 മണിയാകുമ്പോഴത്തേക്കും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരാൻ പറ്റിയെന്ന് വരില്ല. ജോലികളുണ്ട്, ചിലപ്പോൾ സമയം വൈകിട്ട് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീൻ്റെ ഇത് ശരീരം എന്ന് പറയുന്നത് ആണുങ്ങളിൻ്റെ കാമം തീർക്കാനുള്ളതാണ് എന്ന് കണക്കാക്കിയത് കൊണ്ടാണല്ലോ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ട് അതിനെ പൊളിച്ചെഴുതി സ്ത്രീകളിൻ്റെ മാനത്തിനൊരു വിലയുണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷയാണ് ഇന്ന്. ബായ്. ശാന്തി, കുവൈറ്റ്.